ഗൈസ്, രാവിലെ ജസ്റ്റ് പോയാണ്ട് തങ്കു നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. ഞാനും മാത്രം കൂടി ഭാഗ്യം പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ കോളേജിലെത്തി. ഇതാണ് നമ്മൾ ഇന്നലെ അറേഞ്ച് ചെയ്ത ബോക്സുകൾ. തിയേറ്ററിന്റെ താഴെ കയറി വരുന്ന എൻട്രൻസ് ഇത് എങ്ങനെയായിരുന്നു. കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ സിനിമയുടെ പോസ്റ്ററും അതിന്റെ താഴെ എന്റെ ഡയറക്ടറിന്റെ ഫോട്ടോയും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയിട്ടും എന്നെ ഇപ്പോഴും പോസ്റ്റർ ഡിസൈൻ ചെയ്യാനുള്ള തിരക്കില്ല. രാവിലെ നമുക്ക് ആടുജീവിത സിനിമ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. ഇന്നത്തെ പണിയുടെ ക്ഷീണമുള്ളതുകൊണ്ട് കാലത്ത് നേരത്തെ എണീക്കാൻ പറ്റില്ല. ഇതാണ് നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത ഫ്ലെക്സ്. നമ്മൾ തിയേറ്ററിന്റെ ഉള്ളിൽ കയറിയപ്പോഴേക്കും ബ്ലെസ്സി സാറും പിന്നെ കുറച്ച് ലെജൻസും സ്റ്റേജിലുണ്ടായിരുന്നു. ബ്രേക്ക് ആയപ്പോൾ നമ്മൾ പോയിട്ട് ഒരു നാരങ്ങോളം. അടുത്തത് ബ്ലെസ്സി സാറായിട്ട് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. ഉച്ചയായപ്പോൾ വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് ഒരു നാരങ്ങോളം കുടിച്ചു, ഒരു പപ്സും കഴിച്ചു. ഈ സ്വീറ്റ്സ് ജിഫിനച്ചൻ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്നാണ്. ഇതാണ് പ്രൊജക്ടർ പെയിന്റ് ചെയ്തപ്പോൾ ഫൈനൽ ലുക്ക്. ഉച്ച കഴിഞ്ഞ് ഫിലിം ഫെസ്റ്റിവൽ സെലക്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് കണ്ടു. പടം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഏഞ്ചലിന്റെ ഫ്ലെക്സിംഗ് കണ്ട് എല്ലാവരും അന്തം വിട്ടു. പിന്നെ നമ്മൾ തമാശയ്ക്ക് ഒരു പുഷപ്പ് ചാലഞ്ച് വെച്ചു. 3 പേരും കട്ടക്ക് സ്റ്റേജിൽ ലേസർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കലായി, വീഡിയോ എടുക്കലായി. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ കച്ചേരി തുടങ്ങി. ശബ്ദം ഓവറായി കഴിഞ്ഞപ്പോൾ സാറ് ഒന്ന് നിർത്തിച്ചു. നമ്മൾ നേരെ തിയേറ്ററിൽ പോയി. ബ്രഹ്മയുഗ സിനിമയുടെ സൗണ്ട് ഡിസൈനറായിട്ട് ഒരു സെഷൻ. അത് കഴിഞ്ഞ് സ്റ്റേജിൽ കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങി. തുടക്കം ദൂരം നിന്ന് കണ്ട നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സ്റ്റേജിന്റെ അടുത്ത് ഫുള്ള് സോഫ്റ്റ് സോങ് ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ബോറടിച്ചു. പിന്നെ ഞാൻ അവിടെ പോയി. പരിപാടി കഴിഞ്ഞ് ആര്യനെ കൊണ്ടുവിടാൻ ഞാനും തങ്കും പോയി. കുഞ്ഞിപ്പാണ്ടിന്റെ വീട്ടിൽ സേഫ് ആക്കിയിട്ട് ഞാനും തങ്കൂടി അവന്റെ വണ്ടിയിൽ തിരിച്ചെത്തി. ഞാനും മാത്രമേ കടയിൽ പോയി ഫുഡ് കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു പോകും. നാളത്തെ വിശേഷമായിട്ട് നാളെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.